നമസ്കാരം. മാന്യപേക്ഷകർക്ക് കിസാൻ വാണിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തെങ്ങിലെ രോഗങ്ങളിൽ തേങ്ങാ പൊഴിച്ചിൽ. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മച്ചിങ്ങ പൊഴിച്ചിൽ വിവിധ കാരണങ്ങളാൽ കാണപ്പെടുന്നു. ലാസിയ ഡിപ്ലോഡിയ തിയോബ്രോമെ, ഫൈറ്റോഫ്തോറ പാമിയോറ എന്നീ കുമിളുകൾ പൊഴിച്ചിലിന് കാരണമാകാം. ലാസിയ ഡിപ്ലോഡിയ ബാധം മൂലം മൂടഭാഗം തവിട്ട് നിറത്തിൽ അഴുകിയിരിക്കും. ഇനി ഫൈറ്റോത്തോറ മൂലമാണെങ്കിൽ തിളച്ച വെള്ളം വീണ് പൊള്ളലേറ്റതുപോലുള്ള പാടുകൾ രൂപപ്പെടും. കുമിൾ ബാധിച്ച കരിക്കുകൾ പൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു. ലാസിയ ഡിപ്ലോഡിയ ബാധിച്ച തേങ്ങയാണിത്. ഇത് ഫൈറ്റോത്തോറ ബാധിച്ച തേങ്ങ. അപ്പോൾ ഇതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ലാസിയ ഡിപ്ലോഡിയ കുമിൾ മൂലമുള്ള പൊഴിച്ചിലിന് കാർബൻഡാസിം 50% WP എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കണം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ 10% വീര്യമുള്ള വെളുത്തുള്ളി ലൈൻ രോഗം ബാധിച്ച കുലകളിൽ തളിക്കുക. ആവശ്യമെങ്കിൽ 30 ദിവസത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുക. ഫൈറ്റോത്തോറ കുമിൾ മൂലമുള്ള പൊഴിച്ചിലിന് 1% വീര്യമുള്ള ഓടോ മിശ്രിതം കുലകളിൽ തളിക്കുക. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ചു പോന്നു കഴിഞ്ഞാൽ തെങ്ങിനെ തേങ്ങാ പൊഴിച്ചിലിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇത് ആവർത്തിച്ചാൽ മതിയാവും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ബൈ.